ഹലോ ഫ്രണ്ട്സ്, ഇത് അശോക് ലൈലാൻഡ് ബഡാ ദോസ്തിൻ്റെ സീറ്റ് നമ്മൾ ഫോൾഡിങ് ചെയ്യാണ്. ഈ പ്ലാസ്റ്റിക് അധികം ഡാമേജ് ആയിട്ട് പൊതുവെ ഇത് ബലം കുറവായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്യാതെ അധികം ഫോൾഡിങ് ആവാറില്ല. അപ്പോൾ നമ്മൾ 12-ൻ്റെ ഒരു സ്പാനർ എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് ഫോൾഡിങ് ആവും. ഇതിപ്പോൾ ഫോൾഡിങ് ആയി. ഇനി നമ്മളിതിൻ്റെ ഓവർ ഹീറ്റ് ആയതുകൊണ്ടാണ്, എൻജിൻ ഓവർ ഹീറ്റ് കാണിക്കുന്നതുകൊണ്ട് നമ്മളിതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് ഒന്ന് അഴിച്ചു നോക്കുകയാണ്. ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് അഴിച്ചിട്ട് നമ്മൾ സർക്കുലേഷൻ കുറവായതുകൊണ്ട് അഴിച്ചിട്ട് മാറ്റാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർക്കുലേഷൻ വളരെ കുറവാണ്, റേഡിയേറ്റർ ബ്ലോക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ വാൽവ് തന്നെയാണ് നമ്മളെ കംപ്ലൈൻറ്റ്. ഈ വാൽവ് നമുക്ക് ഹെഡ് അതുപോലെ എൻജിൻ എല്ലാം ഒരുപോലെ നമുക്ക് പണി തരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ഈവൻ ചെറിയൊരു സാധനമാണെങ്കിലും ഇത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ഭീകരനാണ്. കൂളൻ്റ് പഴകിയത് കാരണം ഇതിൽ കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്പാണെങ്കിലും ഇത് ഡാമേജാണ്. ഇത് ഒരുപാട് തവണ ഇത് അഴിച്ച് കൂളൻ്റ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കറക്റ്റ് സെറ്റ് ചെയ്തില്ല, കറക്റ്റ് ടൈറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ വാഷറെല്ലാം ഡാമേജ് ആവും. ഇത് കറക്റ്റ്, ഇത് ഒറിജിനൽ ലൈഫ് പാർട്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഇനി സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് റേഡിയേറ്റർ ക്യാപ്പ് അടച്ചു കഴിഞ്ഞാൽ കൂളൻ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിസർവ് ടാങ്കിൽ നിന്ന് തിരിച്ച് റേഡിയേറ്ററിലേക്ക് വരും. അതല്ല, ഈ വാഷർ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആകുന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് കൂളൻ്റ് റിസർവ് ടാങ്കിലേക്ക് ഓവറായിട്ട് പോയിട്ട് നമുക്ക് കൂളൻ്റ് നഷ്ടമാവും. ഇത് ഈ തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വളരെ കനം കുറച്ചിട്ട് പേസ്റ്റ് ഇടുന്നത് നല്ലതാണ്. ലീക്കിന് ഉള്ള സാധ്യത കുറയും. ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വാൽവിൻ്റെ ഇടയിലെല്ലാം പോയിട്ട് പേസ്റ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് ബ്ലോക്കിനുള്ള സാധ്യത കൂടും. ഒന്നുകിൽ തെർമോസ്റ്റാറ്റ് വാൽവ്, അല്ലാന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിൽ പോയിട്ട് ബ്ലോക്കാവും. ഈ രണ്ട് സ്ക്രൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അലുമിനിയം എൽബോ ആണ് ഇതിലുള്ളത്. ഓവർ ടൈറ്റ് ആവാതെ നമ്മൾ മാക്സിമം ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈറ്റ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട്, കൂളൻ്റ് ഹോസ് ഡാമേജ് ഉള്ളതാണെങ്കിൽ നമ്മളിതിനെ ഫിറ്റാക്കാൻ പാടില്ല, പിന്നീട് നമുക്കത് ദോഷം ചെയ്യും. നമ്മൾ ഇതിൻ്റെ ഹോസ് നല്ല ക്ലിയർ ഹോസാണ്, അതുകൊണ്ട് നമ്മളിത് പഴയതിനെ സെറ്റ് ചെയ്യണം. കൂടുതലായിട്ട് പഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഉള്ളിലുള്ള വേസ്റ്റ് കാര്യങ്ങളെല്ലാം റേഡിയേറ്ററിൽ പോയിട്ട് ജാമാവും. ഇത് സെറ്റ് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൂളൻ്റ് ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സർക്കുലേഷൻ കറക്റ്റായിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സർക്കുലേഷൻ കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ഹെഡ് ഗാസ്കറ്റ് കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. ഇത് ഹെഡ് ഗാസ്കറ്റ് ഒന്നും കംപ്ലൈൻ്റ് ഇല്ല, കറക്റ്റാണ്.